ഞാൻ ആരിഫ് അൻസാർ. വാപ്പച്ചി ബ്ലഡ് പ്രഷറിനെ കുറിച്ച് പറയും, ശ്രദ്ധിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, അൻസാർ പുളിക്കൽ. ലോകത്തെ ബഹുഭൂരിപക്ഷം ആളുകളെയും ബാധിക്കുന്ന ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന മരണത്തിലേക്ക് തള്ളിവിടുന്ന 2 സുപ്രധാന പകർച്ചേതര വ്യാധികളാണ് ഉയർന്ന രക്തസമ്മർദ്ദവും അഥവാ ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും. ഇന്ന് നാം ഈ ക്ലാസ്സിൽ സംസാരിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ചാണ്, ഹൈ ബ്ലഡ് പ്രഷറിനെ കുറിച്ചാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്ത് ഏകദേശം 113 കോടിയിലധികം ആളുകൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളതായി പഠനങ്ങൾ പറയുന്നു. 4 പുരുഷന്മാരിൽ ഒരാൾക്കും 5 സ്ത്രീകളിൽ ഒരാൾക്കും ഉയർന്ന രക്തസമ്മർദ്ദമുണ്ട്. ഇതിൽ 5 പേരിൽ ഒരാൾക്ക് മാത്രമാണ് തങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളതായി, ഹൈ BP ഉള്ളതായി മനസ്സിലാക്കാൻ കഴിയുന്നതും നിയന്ത്രിക്കാൻ കഴിയുന്നതും എന്നുള്ളതാണ് ഏറെ പരിതാപകരമായ അവസ്ഥ. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, തങ്ങൾക്ക് ഉയർന്ന രക്താതിമർദ്ദമുള്ളതായി ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും തന്മൂലം ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് പോവാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി പതിവായി BP നോക്കുന്നവരുടെ കാര്യത്തിലാണെങ്കിൽ പോലും തങ്ങളുടെ BP ഏത് റേഞ്ചിലാണ്, ഏത് ലെവലിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരികയും അതുമൂലം കഴിക്കുന്ന മരുന്നുകൾ ഭേദപ്പെടുത്താനോ ഡോക്ടറുടെ അടുത്ത് പോകാനോ കഴിയാതെ വരികയും ചെയ്യുന്നു എന്നുള്ളത്. നാം സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ BP അപ്പാരറ്റസിൽ ധാരാളം ഇൻഡിക്കേറ്റേഴ്സ് കാണാം, ധാരാളം അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നത് കാണാം. ചിലപ്പോൾ ഉയർന്ന രക്താതിമർദ്ദം കാണിക്കുന്നത് ചുമന്ന ഇൻഡിക്കേറ്ററിലും മറ്റുമൊക്കെ ആയിരിക്കാം. ഇതൊന്നും ശരിയായി മനസ്സിലാക്കാൻ കഴിയാത്തത് മൂലം എപ്പോഴാണ് ഡോക്ടറുടെ സഹായം തേടേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തതയുണ്ടാവില്ല. ഇന്ന് നാം ഈ ക്ലാസ്സിൽ മനസ്സിലാക്കുന്നത് എന്താണ് ഹൈ BP, എന്താണ് ലോ BP, ഏത് BP ലെവലാകുമ്പോഴാണ് നാം ഡോക്ടറുടെ സേവനം ആവശ്യപ്പെടേണ്ടത്, ഡിജിറ്റൽ BP അപ്പാരറ്റസിലുള്ള ഈ നമ്പറുകൾ എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. വളരെ വിശദമായ ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കണമെന്നും പകർച്ചേതര വ്യാധികൾ തടയുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കണമെന്നും ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഏതൊരാളുടെയും ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ 2 നമ്പറുകളായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. മുകളിലത്തേത് സിസ്റ്റോളിക് പ്രഷർ, ഇത് ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ, ഹാർട്ട് കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് വെസലുകളിൽ ഉണ്ടാകുന്ന പ്രഷറാണ്. ഇത് താരതമ്യേന കൂടുതലായിരിക്കും. താഴെ കാണിക്കുന്നത് ഡയസ്റ്റോളിക് പ്രഷറാണ്. ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതിനിടയിൽ റിലാക്സ് ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രഷറാണ്. ഇത് താരതമ്യേന കുറവായിരിക്കും. ആദ്യമായി ഒരാളുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ ഉയർന്ന തോതിലാണ് എങ്കിൽ ഇതിനെ നാം അമിത രക്തസമ്മർദ്ദമുള്ളതായി കണക്കാക്കില്ല. 2 വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉയർന്ന രക്തസമ്മർദ്ദം കാണിക്കുമ്പോൾ മാത്രമാണ് ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ആളായി കണക്കാക്കുന്നത്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ പഠനപ്രകാരം BPയെ 5 ആയി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് നോർമൽ BP ആണ്. ഇതനുസരിച്ച് സിസ്റ്റോളിക് പ്രഷർ 120-ഉം ഡയസ്റ്റോളിക് പ്രഷർ 80-നും ഇടയിലാണ് എങ്കിൽ അത് നോർമൽ BP ആയി കണക്കാക്കാം. നിങ്ങൾ BP ചെക്ക് ചെയ്യുമ്പോൾ സിസ്റ്റോളിക് പ്രഷർ 120-ൽ താഴെയും ഡയസ്റ്റോളിക് പ്രഷർ 80-ലും താഴെയാണ് എങ്കിൽ നോർമൽ BP ആയി പരിഗണിക്കാം. ഇങ്ങനെയുള്ള ഒരാൾ ഈ നിലയിൽ നിലനിർത്താൻ, നോർമൽ BP ആയി നിലനിർത്താൻ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക, ഉപ്പ് താരതമ്യേന വളരെ കുറയ്ക്കുക, അതുപോലെ തന്നെ ശരീരഭാരം നിയന്ത്രിക്കുക, എക്സർസൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്താൽ നോർമൽ BP ആയി തന്നെ നിലനിർത്താൻ കഴിയുന്നതാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എലിവേറ്റഡ് BP എന്നതാണ്. രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നത് എലിവേറ്റഡ് BP എന്ന ഒരു കാറ്റഗറിയാണ്. ഇതിൽ സിസ്റ്റോളിക് പ്രഷർ 120-നും 129-നും ഇടയിലായിരിക്കും. എന്നാൽ ഡയസ്റ്റോളിക് പ്രഷർ 80-ൽ താഴെ തന്നെയാണ്. ഈ വിഭാഗത്തിൽപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സഹായം തേടുകയും ജീവിതശൈലിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുകയും ആരോഗ്യകരമായ ജീവിതം നയിക്കുകയും ചെയ്തില്ല എങ്കിൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് വരും, ഹൈ BP വിഭാഗത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും. മൂന്നാമത്തേത് സ്റ്റേജ് 1 ഹൈ BP എന്നതാണ്. ഇവിടെ സിസ്റ്റോളിക് പ്രഷർ 130-നും 139-നും ഇടയിലാണ്. അതുപോലെ തന്നെ ഡയസ്റ്റോളിക് പ്രഷർ 80-നും 89-നും ഇടയിലായിരിക്കും.
ഈ അവസ്ഥയിൽ നിങ്ങൾ ഡോക്ടറുടെ സഹായം തേടുകയും ജീവിതശൈലിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുകയും ഡയറ്റിൽ വളരെയേറെ വ്യത്യാസം വരുത്തുകയും വ്യായാമം തുടങ്ങുകയും ചെയ്യേണ്ടി വരും. മറ്റ് രോഗകാര്യങ്ങൾ പരിഗണിച്ച് നിങ്ങൾക്ക് സ്ട്രോക്കോ മറ്റേതെങ്കിലും അസുഖങ്ങളുണ്ടോ, ഷുഗറോ മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നതിനെ അടിസ്ഥാനമാക്കി മരുന്നുകൾ തുടങ്ങുകയും മറ്റ് ചികിത്സാ രീതികൾ തുടങ്ങുകയും ചെയ്യും. അടുത്ത സ്റ്റേജ് 2 ഹൈ BP എന്നുള്ളതാണ്. ഇവിടെ സിസ്റ്റോളിക് പ്രഷർ 140 അതിലധികമോ ആയിരിക്കും. അതുപോലെ തന്നെ ഡയസ്റ്റോളിക് പ്രഷർ 90 അതിലധികമോ ആയിരിക്കും. ഈ അവസ്ഥയിൽ ഇത് സ്ഥിരമായി ഇങ്ങനെ ഒരവസ്ഥ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ സ്ഥിരമായി പ്രഷർ നിയന്ത്രിക്കാനുള്ള ഗുളികകൾ പ്രിസ്ക്രൈബ് ചെയ്യും. 2 അതിലധികമോ കോമ്പിനേഷനുകളുള്ള മരുന്നുകളായിരിക്കും തരുന്നത്. അതുപോലെ തന്നെ ജീവിതശൈലിയിൽ മാറ്റം വരുത്താനുള്ള നിർദ്ദേശങ്ങളും ഡയറ്റിങ്ങിൽ കഠിനമായ നിയന്ത്രണങ്ങളുമൊക്കെ വരുത്തിയേക്കാം. 5ാമത്തെ വിഭാഗമാണ് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്നുള്ളത്. ഇത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. നിങ്ങളുടെ സിസ്റ്റോളിക് പ്രഷർ 180 മുകളിലാണ് എങ്കിൽ, ഡയസ്റ്റോളിക് പ്രഷർ 120 മേലെയാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ സഹായം തേടുകയാണ് വേണ്ടത്. നിങ്ങൾ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഒരു റീഡിംഗ് കാണുന്നത് എങ്കിൽ 5 മിനിറ്റ് റിലാക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി നോക്കുക. എന്നിട്ടും ഈ റീഡിംഗ് ആണ് കാണിക്കുന്നത് എങ്കിൽ ഒട്ടും താമസിയാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സഹായം തേടുകയാണ് വേണ്ടത്. യാതൊരു ലക്ഷണങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും ഡോക്ടറുടെ സഹായം എത്രയും പെട്ടെന്ന് തേടുക മൂലം നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. ഇനി ഹൃദയത്തിൻ്റെ സ്പന്ദനം കൂടുക, ബോധക്ഷയം വരിക, തളരുന്നത് പോലെ തോന്നുക, ഒരു ഭാഗം തളരുന്നത് പോലെ തോന്നുക, കൈകാലുകളിലുള്ള മരവിപ്പ്, തരിപ്പ്, തലകറക്കം, മറ്റേതെങ്കിലും ലക്ഷണങ്ങളുണ്ട് എങ്കിൽ സഹായം തേടുകയും മറ്റുള്ളവരുടെ സഹായം തേടുകയും എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചേരുകയും വൈദ്യസഹായം സ്വീകരിക്കുകയും ചെയ്യുന്നത് വഴി നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ പഠനപ്രകാരമുള്ള ക്ലാസിഫിക്കേഷനാണ് നാം ഈ ക്ലാസ്സിൽ പ്രതിപാദിച്ചത്. എങ്കിലും ഇത് ലോകമെമ്പാടും എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാണ്. ലോകാരോഗ്യ സംഘടനയുടെ ഔദ്യോഗിക കണക്കനുസരിച്ച് ഒരാളെ അമിത രക്തസമ്മർദ്ദമുള്ളതായി കണക്കാക്കണമെങ്കിൽ സിസ്റ്റോളിക് പ്രഷർ 140 മുകളിലായിരിക്കണം. അതുപോലെ തന്നെ ഡയസ്റ്റോളിക് പ്രഷർ 90 മുകളിലായിരിക്കുകയും വേണം. നിങ്ങൾ സ്ഥിരമായി BP ചെക്ക് ചെയ്യുന്നവരാണ് എങ്കിൽ BP ചെക്ക് ചെയ്യുന്ന തീയതി, സമയം, സിസ്റ്റോളിക് പ്രഷർ, ഡയസ്റ്റോളിക് പ്രഷർ എന്നിവ രേഖപ്പെടുത്തുക. ഒരു നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുകയും എന്തെങ്കിലും വ്യതിയാനങ്ങളുണ്ട് എങ്കിൽ ഏറ്റവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരെ കോൺടാക്റ്റ് ചെയ്യുകയും BP നിയന്ത്രിക്കാൻ സഹായിക്കുന്ന വൈദ്യോപദേശങ്ങളും മറ്റുപദേശങ്ങളും സ്വീകരിക്കുകയും ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തൽക്കാലം നിർത്തുന്നു. ബൈ. ജയ് ഹിന്ദ്.